ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന രീതിയിലൊരു പട്ടുപാവാടയാണ് തയ്ക്കാനുള്ളത്. ഇത് കസ്റ്റമർ അയച്ചു തന്ന റെഫറൻസ് പിക്കാണ്. ഏറെക്കുറെ ഇതിന് സെയിം ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെയാണ് ഇപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാം. ലൈനിങ്ങിനെ ഇതേപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഫ്രണ്ട് പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ലൈനിങ്ങിനെ രണ്ടായി മടക്കിയിട്ട് താഴെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമുക്ക് വളവും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബാക്ക് വശമല്ല ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 9 ആണ്. അതിൻ്റെ ഒപ്പം തയ്യൽ തുപ്പും കൂട്ടിയിട്ട് 10 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അവിടെ നിന്നാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിടാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചാണ് നമ്മുടെ ഫുൾ ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്യാം. ഇനി നേരെ താഴത്തേക്കും ആ 4 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 4.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ആം ഹോളിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 19 എനിക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 പറയുമ്പോൾ 4.75 4.75 കിട്ടും. അതിൻ്റെ കൂടെ ലൂസും തയ്യൽ തുമ്പുമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കാറുള്ളത്. ഇവിടെ ഞാൻ 1/4 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇതേ മെഷർമെൻറ്റ് വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നൊരു ടോപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അന്ന് അത് കുഞ്ഞിന് പെർഫെക്റ്റ് ഫിറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് ലൂസായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു 1/4 ഇഞ്ചാണ് ഇവിടെ ലൂസായിട്ട് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 1.25 തയ്യൽ തുമ്പും കൊടുക്കുന്നത്. 1.25 തയ്യൽ തുമ്പ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ തയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് തയ്ക്കുന്നത്. അതിനാണ് നമ്മൾ 1.25 അവിടെ കൊടുക്കുന്നത്. നോർമൽ രീതിയിൽ നമ്മൾ 1 അല്ലെങ്കിൽ 1.5 തയ്യൽ തുമ്പായിട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ ഞാൻ 1.25 മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ പോർഷനാണ് അടുത്തതായിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 17 ആണ്. 17ൻ്റെ 4/1 പറയുമ്പോൾ 4.25 വരും. 4.25 ഞാൻ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 4.5 തയ്യൽ തുമ്പല്ല ലൂസ് കൂട്ടിയിട്ട് 4.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 1.25 തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മിഡ് വേസ്റ്റ് റൗണ്ടാണ്. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ആ പോർഷൻ അതായത് ചെസ്റ്റിൻ്റെ പോർഷൻ നിൽക്കുന്നിടത്തുനിന്നും വേസ്റ്റ് റൗണ്ടിൻ്റെ പോർഷൻ നിൽക്കുന്നതിൻ്റെ നേരെ മിഡ് പോയിൻ്റ് ഇതേപോലെ നമ്മൾ കണക്കാക്കുക. അവിടെ നിന്നും നമ്മൾ മിഡ് വേസ്റ്റ് റൗണ്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ലൂസ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈൻ കിട്ടുക. അപ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ മിഡ് വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയിൻ്റ് മാർക്ക് ചെയ്തുമല്ലോ. അതായത് ചെസ്റ്റിൻ്റെയും വേസ്റ്റ് റൗണ്ടിൻ്റെയും ഇടയിലുള്ള മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും നമ്മളുടെ തയ്യൽ തുമ്പിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന മെഷർമെൻറ്റിൻ്റെയും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് നമ്മൾ കുഴിച്ച് വരച്ചു കൊടുത്താലും മതി. ഒരു ഷേപ്പ് പോലെ വരച്ചു കൊടുത്താൽ മതി. അതായത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും യോജിപ്പിച്ച ലൈനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ ചെരിച്ചൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. മിഡ് വേസ്റ്റ് റൗണ്ട് നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ കേസിലൊന്നും കറക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എടുത്തില്ല എന്ന് വരും, വിട്ടുപോയേക്കും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴത്തെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴത്തെ പോർഷൻ വരുന്നത് സ്ട്രൈറ്റ് ആയിട്ടല്ല, നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഫ്രണ്ട് പോർഷൻ, അതായത് വയറിൻ്റെ ആ പോർഷൻ കുറച്ച് കയറിയിട്ടും സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു മോഡലിലാണ്. അപ്പോൾ ഞാൻ മുകളിൽ നിന്നും ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ചെരിച്ചിട്ടൊരു കർവ് പോലെ കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് നിൽക്കുന്ന ആ പോർഷനിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം അവർ അയച്ചു തന്ന റെഫറൻസ് പിക്കിലും ഇതേപോലെ തന്നെ ആയിരുന്നു. ഒരു W ഒക്കെ ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് കുഞ്ഞിന് ടോട്ടൽ വരുന്നത് 3 ഇഞ്ച് ആയതുകൊണ്ട് 1.5 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് നെക്കാണ് ബാക്കിലും ഫ്രണ്ടിലും വരുന്നത്. അപ്പോൾ ഇതേപോലെ 1.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തേക്ക് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ചിൽ നമ്മൾക്കൊരു സ്ക്വയർ വരച്ചിട്ട് നമ്മൾ നോർമൽ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ വരച്ചെടുക്കാം. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അതേപോലെ തന്നെ താഴത്തേക്ക് ഒരു 3 ഇഞ്ചിലാണ് വരുന്നത്. ഞാൻ ആദ്യം ഒരു 2.5 വരച്ച് നോക്കുന്നുണ്ട്.
പിന്നെ ഞാൻ 3ലേക്ക് താഴ്ത്തി വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഇതിൽ കാണുന്നത് ഒരു 2.5-യിലാണ് ഞാൻ ആദ്യം വരച്ചത്. പിന്നെ എനിക്ക് ഒരുപാട് കയറുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ ഒന്നുകൂടി താഴ്ത്തി വരച്ചതാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരുപാട് ചിലപ്പോൾ കഴുത്ത് കയറിപ്പോയാലും അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ താഴത്തേക്ക് ഇറക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഷോൾഡർ സ്ലോപ്പ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ല കുഴപ്പമില്ല. കുറച്ച് ചബ്ബിയായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ആം ഹോള് നമുക്കൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആം ഹോൾ വരയ്ക്കാൻ മുകളിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് നീക്കിയിട്ട് അറിയാലോ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം. അതിനുശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് ഞാനിത് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ചെയ്യാറ്. എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഇതേപോലെ മുകളിലൊരു 1/2 ഇഞ്ച് നമ്മൾ മാറ്റി നിർത്തി ബാക്കി വരുന്ന 4 ഇഞ്ചിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് പറയുമ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു കർവ് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആം റൗണ്ടും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച്, അത് സ്ലീവ്ലെസ് ആണ്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ആവുന്നതുകൊണ്ടും സ്ലീവ്ലെസ് ആയതുകൊണ്ടും ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് അത് വല്ലാതെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വരച്ചിട്ടുണ്ട്. വല്ലാതെ കയറി പോവുകയും ചെയ്യരുത്. 1/2 ഇഞ്ചിലൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് കയറി നിൽക്കും, അതും ഭയങ്കര വൃത്തികേടാണ്. സ്ലീവ് വരുന്ന കേസിൽ കുഴപ്പമില്ല. സ്ലീവ് ഇല്ലാത്ത കേസിൽ നമ്മൾ ഒന്നുകിൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിൽ മാത്രം നമ്മൾ കൈക്കുഴി ഉള്ളിലേക്ക് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിനെ വീണ്ടും 2ആയി മടക്കിയിടുക. ഇതുപോലെ 2ആയി മടക്കിയിട്ടിട്ട് നമുക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈന് കൊടുത്തിടാം. നമ്മുടെ ഹുക്കും ലൂപ്പൊക്കെ വെക്കാനുള്ള പടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ ഒരു വിട്ടിട്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈറ്റായി പോവും ക്ലോത്ത്. ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും നമുക്ക് ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് അതേപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടും അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ നെക്കും കൈക്കുഴിയും ഫ്രണ്ട് കൈക്കുഴിയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് ഇതിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മെയിൻ ക്ലോത്ത് എടുത്തിടുക. എന്നിട്ട് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിങ് ക്ലോത്തിനെ ഇതേപോലെ നമ്മൾ അതിലേക്ക് വിരിച്ചിടാം. ഇപ്പോൾ ഇതാണ് നല്ല വശം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ലൈനിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് അതേ ഷേപ്പിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ നെക്കിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് പോർഷനും താഴത്തെ ഒരു വശം ഉണ്ടല്ലോ കർവ് പോലെ വരുന്നത്, ആ ഒരു പോർഷനുമാണ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ മെയിൻ ക്ലോത്തിൽ ബാക്കി വരുന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുത്തിടാം. അത് നമുക്ക് വേഗം നെക്ക് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് താഴ്വശം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 2 വശങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ലോത്ത് മറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്വശം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അവിടെയും ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെയാണ് ക്ലോത്തിനെ നമ്മൾ മറിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ സ്റ്റിച്ച് ചെയ്ത വശമൊക്കെ നല്ല വലിച്ച് പിടിച്ച് തന്നെ ചെയ്യണം. കാരണം അവിടെ ചുളിവുകളൊന്നും വരാൻ പാടില്ല. നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, ചുളിവുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് അതിനെ നേരെ ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ ഒരേപോലെ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് താഴ്വശം ഇതേപോലെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. നെക്ക് പോർഷനും ഇതേപോലെ തന്നെ നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ സൈഡ് ഒക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സൈഡ് ജോയിൻ ചെയ്യുക വെച്ചാൽ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനീ പറയുന്നതിനേക്കാട്ടിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നേരെ മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും കേട്ടോ. 1-2 തവണ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ ഇതൊരു 2 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തതാണ്. 19 ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്ന ബേബീസൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ മെഷർമെൻറ്റിൽ തന്നെ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെക്ക് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈക്കുഴിയും സൈഡ് പോർഷനും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും പോർഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നെക്ക് നമ്മൾ അടിച്ചെടുക്കുക. അതേപോലെ താഴ്ഭാഗം അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ തുണിയും മറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പതിച്ചടിച്ചുല്ലോ നെക്ക് പോർഷൻ, അങ്ങനെ പതിച്ചടിക്കരുത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് തയ്യൽ തുമ്പില്ലാതെ ജോയിൻ ചെയ്യാനുള്ള ഒരു ടിപ്പുണ്ട്. ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അതിൽ ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അത് മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ താഴ്വശം നമുക്ക് പതിച്ചടിച്ചെടുക്കാം. നെക്ക് പതിച്ചടിക്കരുത്. ഇതേപോലെ നമ്മൾ ബാക്ക് പോർഷൻ മുകളിലായിട്ട് വെച്ചതിന് ശേഷം താഴെ വെച്ചിട്ടുള്ള പോർഷൻ്റെ ലൈനിങ്ങിനെ നമ്മൾ മുകളിൽ വെച്ച പോർഷൻ്റെ ലൈനിങ് ആയിട്ട് ഒന്നിച്ച് കൊണ്ടുവരാം. ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ വെച്ചിട്ടുള്ള നമ്മുടെ പോർഷൻ ബാക്ക് പോർഷനോ ഫ്രണ്ട് പോർഷനോ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് ബാക്ക് പോർഷനാണ്. അതിൻ്റെ ലൈനിങ്ങിനെ മുകളിലത്തെ പോർഷൻ്റെ ലൈനിങ്ങുമായിട്ട് ഇതേപോലെ ഒന്നിച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. 2 അടി അടിച്ചെടുക്കണം വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ അതിന് നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നുമില്ലാതെ നല്ല ഫിനിഷിങ്ങിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ കണ്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉൾവശം നല്ല ഫിനിഷിങ്ങിലുണ്ടായിരിക്കും. പുറം വശം കയറ്റിറക്കങ്ങളൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ കിട്ടും. ഇതേപോലെയാണ് വെച്ച് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിലത്തെ ലൈനിങ്ങിനെ കൊണ്ടുവന്ന് ഈ മുകളിലത്തെ പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് എത്രത്തോളാണെന്ന്. മറ്റത് നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ തുമ്പ് പുറത്തേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഈ പട്ടിൻ്റെയൊക്കെ അതുപോലെ ബ്രൊക്കേഡ് മെറ്റീരിയൽ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇതങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. നല്ല വൃത്തിയായിരിക്കും കാണാൻ.
ഇതേപോലെ എടുത്തിട്ട് നമ്മളതിനെ മറിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് നെക്ക് പതിച്ചടിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ കൈക്കുഴി സൈഡ് പോർഷനും നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്നിച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ നെക്ക് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ അതേ പതിച്ചടിച്ചതിന് ശേഷം ഞാൻ ബാക്ക് പോർഷൻ സെൻറ്ററിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്കവിടെ ഹുക്കും ലൂക്കും വെക്കാനുള്ളതല്ലേ. അതേപോലെ ഞാൻ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈക്കുഴിയുടെ വശമാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. അതിന് നമ്മൾ ലൈനിങ്ങിൻ്റെ ഇങ്ങനത്തെ ഒരു ലൈനിങ് പീസ് എടുക്കുക. എന്നിട്ട് കൈക്കുഴി ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുക അതിൽ. എന്നിട്ട് 1 ഇഞ്ച് മാറ്റിയിട്ട് വീണ്ടും ഒരു ലൈന് വരച്ചിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. ക്രോസ് പീസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ക്രോസ് പീസ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൈന് 1 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ക്രോസ് പീസ് നമ്മൾ വെച്ച് അടിക്കുന്നത് പോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ 2 കൈക്കുഴി നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അത് തയ്ക്കുന്നത് ഇതെങ്ങനെയാണ്. ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ ചെറുതായി നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ തിരിച്ച് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് 2 സ്ലീവും നമുക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ തയ്ച്ച ശേഷം മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലോത്ത് ഈസി ആയിട്ട് തന്നെ മറിഞ്ഞ് കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിന് മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ 2 സ്ലീവ് നമുക്കിതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചുളിവോ കാര്യങ്ങളൊന്നും വരാതെ നമുക്ക് കിട്ടാൻ അത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ക്ലോത്തിനെ ലൈനിങ് വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം സൈഡിലൂടെ 1/4 ഇഞ്ച് വീതിയിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ 1/4 ഇഞ്ചിന് വേണ്ടിയിട്ടാണ് തയ്യൽ തുമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ 1.25 എടുത്തത്. 1 ഇഞ്ചിൻ്റെ ഒപ്പം 1/4 ഇഞ്ച് കൂടുതൽ എടുക്കാൻ കാരണം ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. ഇതേപോലെ നമ്മൾ ലൈനിങ് വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ 1/4 ഇഞ്ച് വീതിയിൽ 1/4 ഇഞ്ച് ഇടാവൂ, അതിൽ കൂടുതൽ ഇടരുത്. ഇതേപോലെ ഒരുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ് ഇതേപോലെ അടിച്ചതിന് ശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ക്ലോത്തിനെ മറിച്ചിട്ടിട്ട് എത്രയാണോ നമ്മുടെ തയ്യൽ തുമ്പ് വേണ്ടത് ആ തയ്യൽ തുമ്പ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1.25 എടുത്തു. 1/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നിൽക്കുന്നത്. ആ 1 ഇഞ്ച് കറക്റ്റ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോർമൽ എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടുന്ന സമയത്ത് അവർക്ക് ഈ ബ്രൊക്കേഡ് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ അതിൻ്റെ നൂലൊക്കെ കൊണ്ടിട്ട് ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിലും കിട്ടും. അതേപോലെ തന്നെ അവർക്ക് യൂസ് ചെയ്യാനും നല്ല സുഖമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും 1 ഇഞ്ചിൽ കൂടുതൽ തയ്യൽ തുമ്പ് നമ്മൾ ഇടാതിരിക്കുക. 1 ഇഞ്ചിൽ കൂടുതൽ തയ്യൽ തുമ്പ് വരുന്ന കേസിൽ ചിലപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അവിടെ നമുക്കിങ്ങനെ ചുളിവ് പോലെ കൂട്ടിപ്പിടിച്ച പോലെയൊക്കെ തോന്നും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമുക്ക് ഫുള്ള് ഇപ്പോൾ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ബാക്ക് പോർഷനിൽ ഹുക്കും ലൂപ്പും വെക്കാനുള്ള പടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ബോയും കൂടി ബാക്കിൽ വരുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും ഫിനിഷിങ് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടിയും ചെയ്താൽ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹുക്കും ലൂപ്പും വെക്കാനുള്ള പടി സെറ്റ് ചെയ്യേണ്ടതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് വിചാരിച്ചിട്ടാണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കാത്തത് കേട്ടോ. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയി വീഡിയോ. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ഫൈനൽ ലുക്ക് ഒന്ന് കാണാം.
അപ്പോൾ ഇതേ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പട്ടുപാവാടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് ഓൺ വോയിസ് ഒന്നും ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ ചെറിയ തെറ്റുകളൊക്കെ വീഡിയോയിലുണ്ടായിരിക്കും, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. എന്നാലും ഞാൻ എൻ്റെ പരമാവധി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ പോർഷൻസും സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക്